നമസ്തേ. ഭഗവാൻ മുരുകന് അനേകായിരം നാമങ്ങളുണ്ട്. ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യന് വേണ്ടി വ്രതമിരുന്നാൽ അനേകായിരം കോടി നന്മകളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ മുരുകന്റെ വ്രതങ്ങളിൽ വെച്ച് പരമപ്രധാനമായ വ്രതമാണ് മഹാസ്കന്ദഷഷ്ഠി വ്രതം. ഈ വർഷം 2025 ഒക്ടോബർ 27 മഹാസ്കന്ദഷഷ്ഠി വ്രതം വരുന്നത്. എന്നാൽ ഈ വ്രതത്തിന് മുന്നേ 6 ദിവസം വ്രതം ഇരിക്കുന്നവരും അതേപോലെ 48 ദിവസങ്ങൾ വ്രതം ഇരിക്കുന്നവരും ഉണ്ട്. നമുക്ക് എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ എന്തുതന്നെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം ഇരുന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുരിതങ്ങളും അതേപോലെ ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും കർമ്മവിനകളും എല്ലാം തീർന്ന് ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ്. 27 ഷഷ്ടി, 28 ഭഗവാന്റെ തിരുകല്യാണമാണ്. 28 തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. 6 ദിവസങ്ങളിൽ വ്രതമെടുക്കാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ 22 വ്രതം ആരംഭിക്കാം. സകല ദുരിതങ്ങൾക്കുള്ള പരിഹാരം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഭഗവാന് വേണ്ടി നെയ്ദീപം 2 നേരം തെളിയിക്കുക. അപ്പോൾ മാംസാഹാരം 48 ദിവസം ഉപേക്ഷിക്കുക. ഭഗവാൻ മുരുകന്റെ വേൽമാറലോ അല്ലെങ്കിൽ ഓം ശരവണഭവ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക. ഭഗവാന്റെ ഒരു ഫോട്ടോയും ഒരു വിളക്കും മതി. ആത്മാർത്ഥതയോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചോളൂ, നല്ലതേ നടക്കുള്ളൂ. അതേപോലെ തന്നെ നെയ്വിളക്കിനകത്ത് ചുവന്ന തിരിയുണ്ടെങ്കിൽ അതിട്ട് ഇങ്ങനെ ദീപം തെളിയിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്കന്ദപുരാണ അടിസ്ഥാനമാക്കിയുള്ള ശ്രീ മുരുകന്റെ അത്ഭുത കഥകൾ ലളിതവും സരസവുമായി ഉടനെ പറയുന്നതാണ്.